ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചർ ടിപ്സിലെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ വീഡിയോ ചെയ്യണമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല. പിന്നെ നമുക്ക് എന്തായാലും നമ്മൾ കുറേ നാളായല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആട്ടോ. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾ എന്താ സംഭവം എന്നൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ കൂട്ടുകാരെ, നമ്മളീ പറിച്ചുകൊണ്ടിരിക്കുന്നത് കൂർക്കയാട്ടോ. നമ്മളിവിടെ കൂർക്ക കൃഷി നട്ടതാണ്. പിന്നെ കൂർക്കയ്ക്ക് അധികം പരിപാലനം ഒന്നും വേണ്ട, അതാട്ടോ ഇവിടെയൊക്കെ കാട് കയറി കിടക്കുന്നത്. അപ്പൊ നമ്മള് കൂർക്ക നട്ടിപ്പോ 3 മാസത്തോളം കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ തണ്ടൊക്കെ വാടി ഉണങ്ങിപ്പോയി. അപ്പോൾ ഈ ഒരു സമയത്താണ് അതിന്റെ വിളവെടുപ്പ്. അപ്പൊ നമ്മൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. നമ്മുടെ ഒരു ചെറിയ കൃഷി നമ്മളിപ്പോ ഇവിടുന്ന് കുറെ പറിച്ചു. അപ്പൊ പറിച്ച ഭാഗമൊക്കെ നമ്മൾ കാണിച്ചു തരാം. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മള് കാണിച്ചു തരാം എവിടെയൊക്കെ പറിച്ച് ഇനിയിപ്പോൾ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതുണ്ട്, ഇതൊക്കെ നമ്മുടെ കൂർക്കയാണ്. അപ്പോൾ ഈ മണ്ണിനകത്തൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ചെറിയ ഒരു കൃഷിത്തോട്ടം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെ നമ്മളിപ്പോൾ കുറച്ച് സ്ഥലത്ത് നട്ടിട്ട് പറിച്ചെടുത്തു കേട്ടോ. നമ്മളൊരു ചെറിയ തണ്ടിയിൽ നിന്ന് നട്ടതാണ്. ചെറിയ തണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച കൂർക്ക, അത് നമ്മൾ ഒരു ഗ്രോ ബാഗിനകത്ത് ചെറുതായിട്ടൊന്ന് പാകി, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് നട്ട് ഇപ്പോൾ കുറച്ച് സ്ഥലമേ നമ്മൾ പറിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് പറിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു വീഡിയോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പ്രചോദനകരമാവട്ടെ എന്നുള്ള ചെറിയ രീതിയിൽ നമ്മൾ നടത്തിയൊരു വീഡിയോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ഥലം ഇപ്പോൾ പറിച്ചു. ബാക്കി ഇനിയിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മുഴുവൻ പറിക്കാൻ പോവുകയാണ്. ഇനിയിപ്പം അതവിടെ വെച്ചോണ്ട് ഇരുന്നിട്ടും കാര്യമില്ല, കാരണം ബാക്കി ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ തണ്ടൊക്കെ പോയി. അപ്പോൾ ഇനിയിപ്പോൾ പറിച്ചാൽ അതിന് വിളവെടുപ്പിൻ്റെ സമയമാണ്. അപ്പോൾ അതൊക്കെ ഇനി ബാക്കി നമുക്ക് പറിക്കണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയും കൂടെ പറിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കൂർക്ക നട്ട ഭാഗങ്ങളൊക്കെ ആട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ പറിച്ചതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം വീഡിയോ എടുത്തേക്കാന്ന് തോന്നിയത്. കാരണം ആർക്കെങ്കിലും ഒക്കെ ഇതൊരു പ്രചോദനമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടം വരെ പറിച്ചു. ബാക്കി നമുക്ക് ഇങ്ങോട്ട് പറിക്കാൻ കിടപ്പുണ്ട്. ഇതൊരു തെങ്ങിൻ്റെ ചോടാട്ടോ. അപ്പുറം അവിടെ ടാങ്കൊക്കെ ഇരിപ്പുണ്ട്. ടാങ്കിൽ നിന്ന് ടാങ്ക് നിറഞ്ഞ് ഒഴുകുന്ന വെള്ളമാണ് നമ്മളിതിന് കൊണ്ട് ഒഴിക്കാറ്. അപ്പോൾ ഈ തെങ്ങിൻ്റെ ചോടിൻ്റെ അവിടുത്തെ നമുക്ക് അങ്ങനെ പറിക്കാൻ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് വേറെ കുറച്ച് കൃഷികളുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. വേറെ ഞാൻ നട്ടേക്കുന്ന ഒരു ഇത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗണിന് നമ്മൾ നട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ കൃഷി എന്താണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമ്മുടെ കാന്താരി ആട്ടോ. കാന്താരി നമ്മൾ ഇവിടെയൊക്കെ നട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്ന് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ നട്ട കാന്താരികളാണ്. ഇപ്പോൾ കായൊക്കെ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ എല്ലാം കുറച്ചൊക്കെ നമുക്ക് എന്തോ ഒരു ഇത്, നമ്മൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇങ്ങനെ ഫോണിൽ കളിച്ച് നമ്മളിങ്ങനെ ചെറിയൊരു വീഡിയോ കണ്ടു, ടെറസിൻ്റെ പൊക്കത്ത് കൃഷി നടത്തിയേക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്കും തോന്നി, നമുക്കും ഒന്ന് ഇതാക്കാന്ന് തോന്നി. അങ്ങനെ നമ്മൾ ചെയ്ത ഒരു ഇതാട്ടോ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കാന്താരി നടാൻ വേണ്ടി സ്ഥലം ഒരുക്കിയിട്ടേക്കുന്നതാണ്. ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് കാന്താരി നടാൻ വേണ്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നടണം. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതിനകത്തൊക്കെ നിറച്ചും കായ ഉണ്ട്. കാന്താരിക്കകത്തൊക്കെ കായും പൂവൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മൾ കമൻ്റായി രേഖപ്പെടുത്തി ഇടുക. അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതൊരു പ്രചോദനം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ സാധനമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നേക്കുന്ന കടയിലേക്ക് നമ്മളിത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി മാത്രം നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം.
അപ്പോൾ കൂട്ടുകാരെ എന്തായാലും നമ്മുടെ കൃഷിയൊക്കെ അടിപൊളിയായിട്ട് വിജയകരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ടെറസിൻ്റെ പൊക്കത്ത് ഇങ്ങനെ കൃഷി ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി നമുക്കിങ്ങനെ സ്ഥലമുള്ളപ്പോൾ നമ്മൾ കൃഷി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ കാന്താരിയൊക്കെ അവിടെ നട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാന്താരിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കാന്താരി നട്ട് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഇന്ന് തന്നെ നടണം. അപ്പം എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.